ഓക്കെ, നമ്മളപ്പോൾ ഇന്നലെ 75 ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. അപ്പോൾ ഈ സീരീസ് എന്തായാലും എല്ലാവരും ഉപകാരപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ CHSL വരുന്നു, CGL വരുന്നു. അപ്പോൾ ഇതിനെന്തായാലും ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കാണും. മെയിൻസിനകത്തുനിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് എന്തായാലും കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒരു 2 വട്ടം 3 വട്ടമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഷുവറാണ് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ സൂം ചെയ്യാം. ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് വൈ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇത് ട്രിഗ്നോമെട്രിയിലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് മൈനസ് വൈ, അതായത് ഈ സൈൻ എ ഈക്വൽ ടു കോസ് ബി, ഇഫ് സൈൻ എ ഈക്വൽ ടു കോസ് ബി എന്നാണെങ്കിൽ നമുക്ക് എന്താണ് ട്രിഗ്നോമെട്രി എന്ന് അറിയുന്നത്? എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. എല്ലാവരും ഓർത്ത് വെച്ചോണം, എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും അല്ലേ. അപ്പം വൈ ക്യാൻസൽ ആയിപ്പോയി, എക്സ് ഈക്വൽ ടു എത്ര വരും? 45 ഡിഗ്രി. ദെയർഫോർ കോസ് 45ൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, 1/√2. അതിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെയർഫോർ ആൻസർ വിൽ ബി 1/2. ഓക്കെ, ആൻസർ വിൽ ബി 1/2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോസ് 45ൻ്റെ വാല്യൂ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റൈസ് ടു 4 തീറ്റ. അപ്പം നിങ്ങൾ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് ഉള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇത്. സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റൈസ് ടു 4 തീറ്റയുടെ വാല്യൂ കാണാതെ പഠിച്ചു വെച്ചോളൂ, 1 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എല്ലാം 1 ആയിരിക്കും. അതിന് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സൈൻ സ്ക്വയർ തീറ്റയെ ഞാൻ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്നായി അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? സൈൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം കോസ് സ്ക്വയർ തീറ്റയാണ്. കാരണം എന്താണ്? ഫേമസ് ആയിട്ടൊരു റിസൾട്ട് ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അപ്പം സൈൻ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് വന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് റൈസ് ടു 4 തീറ്റ. അപ്പോൾ ഈ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം എനിക്കിനി എന്ത് കൊടുക്കാം? സൈൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലേ. അതുപോലെ തന്നെ കോസ് റൈസ് ടു 4 തീറ്റ എന്ന് വരുമ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ദെയർഫോർ സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മെൻസുറേഷൻ ആണ്, 3D മെൻസുറേഷൻ ആണ്. ദ നമ്പർ ഓഫ് ലെഡ് ബോൾസ് ഈച്ച് 3 cm ഇൻ ഡയമീറ്റർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് ഡയമീറ്റർ 42 cm ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ലെഡ് ബോൾസും എന്താണ്? സ്ഫിയർ തന്നെയാണ്, മറ്റേതും സ്ഫിയർ തന്നെയാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം ഇക്വേറ്റ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമ്മൾ ഏതൊരു ഷേപ്പ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് പറയുമ്പം നമ്മൾ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്? നമ്മൾ വോളിയം ഇക്വേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സോളിഡ് സ്ഫിയർ, വോളിയം ഓഫ് എ സ്ഫിയർ എന്താണ്? വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 πr³. പക്ഷേ രണ്ടും സ്ഫിയർ തന്നെയാണ്. അപ്പോൾ ആ 4/3 π വെട്ടിപ്പോവും അല്ലേ. അപ്പോൾ അതൊന്നും പിന്നെ നമ്മൾ എക്സാമിന് എഴുതുമ്പം എഴുതരുത്, ശ്രദ്ധിക്കുക. അപ്പോൾ r³ എന്ന് പറയുമ്പോൾ എത്ര വരും? 42 ഡയമീറ്റർ ആണ്. അപ്പോൾ 21³ എന്ന് വരും അല്ലേ. 21 × 21 × 21 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോൾസ് n ഇൻറ്റു ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ് തന്നിരിക്കുന്നത്? 3/2. ദെയർഫോർ 3/2 × 3/2 × 3/2. ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഈ 3 ഇതുമായിട്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 7ൻ്റെ ക്യൂബ് എന്ന് വരും. 7ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 343 അല്ലേ. 343 × 8 എന്ന് വരും. × 8 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3×8 = 24. 4 യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ ഈ ഓപ്ഷൻ ഇല്ല, ഈ ഓപ്ഷൻ ഇല്ല. ഇനി 343 × 8 എന്ന് പറയുമ്പോൾ 3×8 = 2400 ഒക്കെ അടുത്തായിട്ട് വാല്യൂ വരും. ദെയർഫോർ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 2744. ചെയ്ത് നോക്കാതെ പോലും നമുക്ക് ആൻസർ അടിക്കാം. ഓക്കെ, അടുത്ത 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. 79ാമത്തെ ക്വസ്റ്റ്യൻ ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിനകത്തു നിന്നാണ്. എ ഡെലിവറി ബോയ് സ്റ്റാർട്ടഡ് ഫ്രം ഹിസ് ഓഫീസ് അറ്റ് 10 AM ടു ഡെലിവർ ആൻ ആർട്ടിക്കിൾ. He rode his scooter at a speed of 32 km/h. He delivered the article and waited for 15 minutes to get the payment. After the payment was made, he reached his office at 11:25 AM
ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 24 km/h. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോയ്. അപ്പം ഇത് നമ്മൾ വലിയ സംഭവമൊന്നുമില്ല, ഇത് സെയിം ഡിസ്റ്റൻസ് ആണ്. സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ഒരു ഡെലിവറി ബോയ് ഒരു സംഭവം ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു. എഗെയിൻ അവൻ ഒരു 15 മിനിറ്റ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിക്കാരൻ വരുന്നു, തിരിച്ച് പുള്ളിക്കാരൻ സെയിം ഡിസ്റ്റൻസ് തന്നെയല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ 10 മണിക്ക് ഇറങ്ങിയ ചങ്ങായി 11:25 തിരിച്ചു കയറുന്നത്, അല്ലേ? 11:25 തിരിച്ചു കയറുന്നത്. അപ്പോൾ ആ 11:25 15 മിനിറ്റ് എന്താണ് ഇവിടെ പോയതാണ്. അപ്പം 11:10 എന്ന് പറയുമ്പം 70 മിനിറ്റ്സ്, അല്ലേ? 70 മിനിറ്റ്സ് ആണ് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിത് കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുമ്പം ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഡി ബൈ ഫസ്റ്റ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 32 km/h പ്ലസ് തിരിച്ചിങ്ങോട്ട് വന്ന സ്പീഡ് ഡി ബൈ 24 km/h ഈക്വൽ ടു ടോട്ടൽ ടൈം 70 മിനിറ്റ് എന്നാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം ഡി കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഡി ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഫേമസ് ഇക്വേഷൻ ആണ് V1 × V2 ഡിവൈഡഡ് ബൈ V1 - V2 ഇൻറ്റു ടോട്ടൽ ടൈം. ഓക്കെ, ഇൻറ്റു ടോട്ടൽ ടൈം, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്ത് വരും? V1 × V2 എന്ന് പറയുമ്പോൾ V1 × V2 32 × 24 ഡിവൈഡഡ് ബൈ 24 ഡിഫറൻസ് 32 8 ആണ്, ഇൻറ്റു 70 മിനിറ്റ് ആണ്. അപ്പോൾ 7/6 എന്ന് വരും, അല്ലേ? അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 4s, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 24 ഇൻറ്റു 7, ഒരു മിനിറ്റ്. A delivery boy started from his office at 32 km/h, 15 minutes പേയ്മെൻറ്റ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നോ? ഡെലിവേർഡ് ദ ആർട്ടിക്കിൾ 10 മണിക്ക് ഇറങ്ങി 11 മണി 11:25 വന്നു. 11:25 എന്ന് പറയുമ്പോൾ 15 മിനിറ്റ്, 11:10, അപ്പം 70 മിനിറ്റ്സ് തന്നെയാണല്ലോ. 70 മിനിറ്റ്സ്. V1 V2 32 × 24 24 8 ഇൻറ്റു 7/6. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 3 ആണല്ലേ വരുന്നത്. പിന്നെ 32 × 24 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 7/6. 70 ആണ്. 70/60 നമ്മൾ ചെയ്യുന്നത് ഹവറിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം കട്ട് ചെയ്യുമ്പം 8 4s are 32, ഇവിടെ 4 വരും. ഇപ്പോഴും 16 ഇൻറ്റു, ഇവിടെ മിസ്റ്റേക്ക് പറ്റിയല്ലോ. 70/60. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഇക്വേഷൻ്റെ എന്തോ പ്രശ്നമാണ്. നമുക്ക് അല്ലാതെ ആ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. ഇക്വേഷൻ എന്തോ മിസ്റ്റേക്ക് ആയതാണ്. D1/32, അപ്പോൾ അതെത്ര വരും ടോട്ടൽ? D/32 പ്ലസ് കൺവെൻഷണൽ മെത്തേഡ് നോക്കാം, അപ്പോൾ ഡൗട്ടൊന്നും ഇല്ലല്ലോ. D/32 പ്ലസ് D/24 ഈസ് ഈക്വൽ ടു എത്ര വന്നു? സോ 24, ഇത് ജസ്റ്റ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 24D + 32D എന്ന് പറയുമ്പോൾ എത്ര വരും? 56D ഡിവൈഡഡ് ബൈ 32 ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു 7/6 എന്ന് വരും, അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 8 കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4, therefore D ഈസ് ഈക്വൽ ടു എന്ത് വരും? 24 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം 6 4 എഗെയിൻ 16 ആണ് വരുന്നത്, അല്ലേ? എവിടെയോ പിന്നെയും എഗെയിൻ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോയ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ D = 16 കിലോമീറ്റർ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ D + D എന്ന് വരും. അപ്പോൾ 32 കിലോമീറ്റർ എന്ന് ആൻസർ വരും. ആ ഇക്വേഷനിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ വേറെ മാറ്റി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം ആ ഇക്വേഷൻ. ഓക്കെ, 80ാമത്തെ ക്വസ്റ്റ്യൻ സഡ്സ് ആൻഡ് ഇൻഡിസസിൽ നിന്നാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പം പഠിക്കുന്ന ക്ലാസ്സിനകത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ √7 + 4√3, √7 + 4√3 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ആദ്യമേ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ 2 × 2 × √3 എന്ന് വരും. 2 × 2 × √3 എന്നാണെങ്കിൽ നമുക്ക് അപ്പോഴേ മനസ്സിലായി 2ഉം √3ഉം ആയിരിക്കും, അല്ലേ? അപ്പോൾ 4 + 3 7 എന്ന് വരും. therefore നമ്മുടെ ആൻസർ എന്തായിരിക്കും? 2 + √3 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. എന്ത് വന്നു? 2 + √3. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. 16 + 8√3 എന്ന് വരും. 16 + 3 കൂടെ ആഡ് ചെയ്യുമ്പം 19 + 8√3 എന്ന് വരും. 19 + 8√3 എന്ന് വരും. ഇനി 8√3 നമ്മൾ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. 2 × 4 × √3.
അപ്പം നമുക്ക് മനസ്സിലായി 4ൻ്റെ സ്ക്വയർ 16, റൂട്ട് 3യുടെ സ്ക്വയർ 3, അപ്പം 19 വരുന്നുണ്ട്. ദെയർഫോർ നമ്മുടെ സംഭവം എന്താണ്? റൂട്ട് ഓഫ് ഫൈനലി എന്ത് വരും? -√3 പ്ലസ് 4 പ്ലസ് √3 എന്ന് വരും. ഓക്കെ, അപ്പോൾ √3യും √3 ക്യാൻസൽ ആവും. 4ൻ്റെ ആൻസർ 2. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കണ്ടപ്പോഴേ തോന്നി 2 ആയിരിക്കും ആൻസർ, കട്ട് ചെയ്ത് പോയി. അപ്പം നമുക്ക് അങ്ങനെ കുറേ ഉപകാരങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ വരും. ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടത് തന്നെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനെ വെച്ച് സെയിം ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇന്നലെ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സൈഡ്സിൻ്റെ റേഷ്യോ 1/√2 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 8 × √2 + 1 പ്ലസ്, പക്ഷേ നമുക്കറിയാം 2 + √2 യൂണിറ്റ്സ് ആണ് 8 × √2 + 1. ഓക്കെ അല്ലേ. ഇനി ഇതിനകത്തുനിന്ന് ഒരു √2 ഇങ്ങനെ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ √2 + 1 എന്ന് വരും, ഈസ് ഈക്വൽ ടു 8 × √2 + 1. അപ്പോൾ √2 + 1 √2 + 1 ക്യാൻസൽ ആയി കഴിഞ്ഞ് 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 8 ഡിവൈഡഡ് ബൈ √2 ഈസ് ഈക്വൽ ടു 4√2 എന്ന് വരും. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് എത്ര യൂണിറ്റ് ആണ്? √2 യൂണിറ്റ്സ്. ദെയർഫോർ √2 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 4√2 × √2 എന്ന് വരും, 8 എന്ന് ആൻസർ വരും. ഓക്കെ, 8 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദ ബേസ് ഓഫ് എ പിരമിഡ് is an equilateral triangle of 10 centimeter. If the height of the pyramid is 40√3, then the volume of the pyramid. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വോളിയം ഓഫ് ദ പിരമിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. വോളിയം ഓഫ് ദ പിരമിഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/3 × ബേസ് ഏരിയ × ഹൈറ്റ്. ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1/3 ബേസ് ഏരിയ, ബേസിൽ എന്താണ്? ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ √3 × a² ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇൻറ്റു ഹൈറ്റ് വന്നിട്ടുണ്ട് എത്രയാണ്? 40√3. അപ്പോൾ ഈ 4ഉം ഇതൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര വരും? 10. ഈ 3യും ഈ 3 കട്ടായി പോവും. ദെയർഫോർ 10 × 10 × 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 m³ എന്ന് ആൻസർ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അടുത്ത നിങ്ങൾ നോക്കൂ. പെർസെൻറ്റേജിലെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പെർസെൻറ്റേജിൽ എന്തോരം നല്ല കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കുന്നു, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 15% ഓഫ് 180 സോ ദാറ്റ് ദ സം ഈസ് ഈക്വൽ ടു 20% ഓഫ് 360. 15% ഓഫ് 180 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10% 18 ആണ്, 5% എന്ന് പറയുമ്പോൾ 9 ആണ്, 18 9 27. ഇതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കിട്ടാൻ? 20% ഓഫ് 36. 36ൻ്റെ 20% നമുക്ക് എല്ലാവർക്കും അറിയാം 27. സോ ഡയറക്റ്റ് ആൻസർ 45. ഒന്നും ചെയ്യുക പോലും വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഓൺ സെല്ലിംഗ് 38 ബോൾസ് അറ്റ് 2240 ദർ ഈസ് എ ലോക്സ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ബോൾസ്. അപ്പം കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ബോൾസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ലോസ് കോസ്റ്റ് പ്രൈസ് ഓഫ് 6 ബോൾസിലാണ് തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോസ്റ്റ് പ്രൈസിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ജസ്റ്റ് കൺവെൻഷണൽ മെത്തേഡിൽ തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 38 CP മൈനസ് 38 SP ഇതല്ലേ നമ്മുടെ ലോസ്. കാരണം ലോസ് ഉണ്ടാവുന്ന എപ്പോഴാണ്? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ്. അപ്പോൾ 38 × SP മൈനസ് 38 SP എന്ന് വരും. ഈ ഈക്വൽ ടു എന്താണ്? ലോസ് എന്താണ്? 6 CP ആണല്ലേ. അപ്പോൾ ഈ 38 CP 6 CP കട്ടായി കഴിഞ്ഞാൽ CP by SP റേഷ്യോ എന്ത് വരും? CP by SP റേഷ്യോ ഈക്വൽ ടു 38/32 എന്ന് വരും അല്ലേ. 38/32 എന്ന് പറയുമ്പോൾ 19/16 എന്ന് വരും. ഓക്കെ, 19/16. അപ്പം സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 2240. ദെയർഫോർ 2240 ഡിവൈഡഡ് ബൈ 38 ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടും അല്ലേ. അപ്പം സെല്ലിംഗ് പ്രൈസ് ഈ കിട്ടിയിരിക്കുന്ന 19/16 റേഷ്യോ എന്താണ്? ഇത് കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ, ഇത് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ. അപ്പം ഇതാണ് 16 യൂണിറ്റ്സ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 19 യൂണിറ്റ്സ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 2240 ഡിവൈഡഡ് ബൈ 38 ഡിവൈഡഡ് ബൈ 16 × 19 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര വരും? 16 കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 164 എന്ന് പറയുമ്പോൾ 40. അടുത്ത 38 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2. 140/2 എന്ന് പറയുമ്പോൾ ആൻസർ 70 എന്ന ആൻസർ വരും. ഓക്കെ, ഇത് വേറെ മെത്തേഡുകളുണ്ട് ഒരുപാട് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റൂല.
കറക്റ്റ് അല്ലേ കാര്യങ്ങൾ? ക്വസ്റ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 38 കോസ്റ്റ് പ്രൈസ് മൈനസ് 38 സെല്ലിംഗ് പ്രൈസ് ആണ് 6 CP. അപ്പോൾ CP/SP റേഷ്യോ കിട്ടുന്നു. SP തന്നിട്ടുണ്ട്, CP നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അടുത്ത 85ാമത്തെ ക്വസ്റ്റ്യൻ LCM ആൻഡ് HCF എന്നാണ്. LCM ആൻഡ് HCF മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ സം ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. x+y ഈസ് ഈക്വൽ ടു 240. ഓക്കെ, HCF വന്നിട്ടുണ്ട് 15. അപ്പോൾ HCF 15 ആണെങ്കിൽ നമുക്ക് ആ 2 നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആ 2 നമ്പേഴ്സ് ഈക്വൽ ടു 15x എന്നും 15y എന്നും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 15x എന്നും 15y എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ദെയർഫോർ ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുമ്പോൾ 15x + 15y ആണ് എത്രയാ? 240 എന്ന് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ദെയർഫോർ 15 × x + y ഈസ് ഈക്വൽ ടു എത്ര വരും? 240 എന്ന് വരും. കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 15 1 ടൈംസ് 15 ബാക്കി 90 എന്ന് പറയുമ്പോൾ 16. ദെയർഫോർ x + y ഈസ് ഈക്വൽ ടു 16 എന്ന് വരും. ഇനി എക്സിനും വൈക്കും എത്ര വാല്യൂസ് പോസിബിൾ ആവും എന്നാണ് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെയർസ് ഓഫ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻ. ദെയർഫോർ x + y ഈക്വൽ ടു 16 ആവുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ 115 ഓക്കെ ആണല്ലേ. നമ്മൾ എടുക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. 214 എടുക്കാൻ പറ്റുമോ? 214 എടുക്കാൻ പറ്റില്ല, കാരണം കോപ്രൈം അല്ല, 2 കോമൺ ആണല്ലേ. അതുപോലെ തന്നെ 313 പറ്റും അല്ലേ, 313. അടുത്ത നമ്പർ എത്രയാണ്? 412 പറ്റില്ല. 511 പറ്റും അല്ലേ, 511. അടുത്ത 6 പറ്റുമോ? 610 പറ്റില്ല. 79 പറ്റും അല്ലേ, 79 പറ്റും. 8 പറ്റൂല. അപ്പോൾ എത്ര നമ്പേഴ്സ് പറ്റും? 1 2 3 4. 4 വാല്യൂസ് ആർ പോസിബിൾ. ഓക്കെ, 4 വാല്യൂസ് ആർ പോസിബിൾ. അടുത്ത ക്വസ്റ്റ്യൻ സിമിലാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ ഫിഗർ ദ മെഷർ ഓഫ് ആംഗിൾ എ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ആ രണ്ട് ഫിഗറും കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിമിലർ ട്രയാങ്കിൾസ് ആണ്. 70 ഡിഗ്രി, 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. രണ്ട് സൈഡും അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണ്. ദെയർഫോർ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കും, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ദെയർഫോർ 2x ഈസ് ഈക്വൽ ടു x + 20. 2x ഈക്വൽ ടു x + 20 ആണെങ്കിൽ x ഈക്വൽ ടു എത്രയായിരിക്കും? 20 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ എ ആണ്. ആംഗിൾ എ എന്ന് പറയുമ്പോൾ 2x ഈക്വൽ ടു 40 ഡിഗ്രി. എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നോക്ക് നിങ്ങൾ. CGL മെയിൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് ഇൻ ദ ലൈൻ y ഈസ് ഈക്വൽ ടു 3 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കോർഡിനേറ്റ് ജോമെട്രി എന്ന് ചോദിച്ച ചോദ്യമാണ്. കോർഡിനേറ്റ് ജോമെട്രി ജസ്റ്റ് നമ്മളൊന്ന് ഫിഗർ വരച്ച് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടും. വാട്ട് ഈസ് എ പോയിന്റ്? റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ മിറർ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടുന്നത് അല്ലേ. ഇവിടെ നമ്മൾ വെക്കുന്ന മിറർ ഏതാണ്? ഇവിടെ വെക്കുന്ന നമ്മൾ മിറർ ആണ് y ഈസ് ഈക്വൽ ടു 3. അപ്പോൾ y ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ആക്സിസിന് പാരലായിട്ട് y കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ആയിരിക്കും അല്ലേ, y ഈസ് ഈക്വൽ ടു 3. അതായത് ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും അല്ലേ. y ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. x ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പോയിന്റ് 5 - 3 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ നീട്ടണം അല്ലേ, 4 5. അപ്പോൾ ഈ പോയിന്റ് 5 - 3 എന്ന് പറയുമ്പം ഇത് പോസിറ്റീവ് എക്സ് ക്വാഡ്രൻറ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതെല്ലാം അറിയാമല്ലോ. ഇവിടെ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, ഇവിടെ എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അതായത് 1 2 3 4 5 1 2 3, ഇവിടെ -1 -2 -3. കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ പഠിക്കും, അപ്പോൾ പറയും ഡീറ്റെയിൽ ആയിട്ട്. ഇത് -1 -2 ഓക്കെ ആണല്ലോ. 5 3 എന്ന പോയിന്റ് ആണ്, 5 - 3 എന്ന പോയിന്റ് ആണ്. അപ്പം -3 എന്ന് പറയുമ്പോൾ -1 -2 -3 ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആ പോയിന്റ് അല്ലേ, 5 - 3. അപ്പോൾ ഈ പോയിന്റിന്റെ y ഈക്വൽ ടു 3യിലുള്ള റിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. y ഈക്വൽ ടു 3യിലുള്ള റിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നും 3 ഡിസ്റ്റൻസ് മേളിലോട്ടുണ്ടല്ലേ, 3 ഡിസ്റ്റൻസ് മേളിലോട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് 5 - 3 ഇൻ ദ ലൈൻ y ഈസ് ഈക്വൽ ടു 3 ഓക്കെ ആണല്ലോ. 5 - 3 ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എത്രയാണ്? 1 2 3 ഡിസ്റ്റൻസ് 3 യൂണിറ്റ്സ്. ഇങ്ങോട്ട് എത്രയാണ്? 3 യൂണിറ്റ്സ്.
അപ്പോൾ 6 യൂണിറ്റ്സ് ആണ്. 6 യൂണിറ്റ്സ് അപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? അപ്പം 9 ആണല്ലോ വരുന്നത്. എവിടെയോ മിസ്റ്റേക്ക് വന്നോ? ഇറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് y ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൂട്ട് എക്സ് പ്ലസ് 1/√x ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് എക്സ് പ്ലസ് 1/√x ഈസ് ഈക്വൽ ടു 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പം എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഇങ്ങനെയുള്ള സംഭവം ചോദിക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, +2 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആവുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. അപ്പോൾ 322 മാത്രം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. +2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 324 ആവും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്, എക്സ് പ്ലസ് 1/x, അതായത് ജസ്റ്റ് ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3² - 2 ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അടുത്ത എക്സ് സ്ക്വയർ പ്ലസ് 1/x² എടുത്തു കഴിഞ്ഞാൽ, അല്ല ഇനിയിപ്പം നമ്മൾ നേരെ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബിലോട്ടാണ് പോകുന്നത്. എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഈക്വൽ ടു എന്ത് വരും, 343 - 21 എന്ന് വരും. 322 എന്ന ആൻസർ വരും. ഓക്കെ, 322 ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ. അടുത്ത ആവറേജ് ഏജ് ഓഫ് കിഷോർ, ഹിസ് വൈഫ് ആൻഡ് ദെയർ ചൈൽഡ് 6 years ago വാസ് 38 years. ഓക്കെ, ഇത് ഏജസിലെ പ്രോബ്ലമാണ്. കിഷോർ, ഹിസ് വൈഫ് ആൻഡ് ചൈൽഡ് 6 years ago 38 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 38 × 3 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏജ് കിട്ടും അല്ലേ? അപ്പോൾ എത്ര വരും, 24 11 114 എന്ന് വരും. അപ്പോൾ 114ൻ്റെ കൂടെ നമ്മളിപ്പോൾ ഒരു 3 × 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ടോട്ടൽ ഏജ് കിട്ടും. കാരണം 6 years എഗോയിലെ കാര്യമാണ് പറഞ്ഞത്. സിമ്പിളായിട്ട് സിമ്പിൾ കൺസെപ്റ്റിൽ തന്നെ അങ്ങ് ചെയ്യുവാണ്. 100 110 120 132 എന്ന് വരും അല്ലേ? അടുത്ത കണ്ടീഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്, വൈഫ് ആൻഡ് ചൈൽഡിൻ്റെ വയസ്സ് 8 വർഷം മുന്നേ എത്രയാണ്, 32. അപ്പം 32 × 2 64 പ്ലസ് 8 വർഷം മുന്നേ ഉള്ള വയസ്സാണ്. അപ്പോൾ 2 പേർക്കും 8 വയസ്സ് വെച്ച് കൂടി കാണും അല്ലേ? അപ്പം 16 കൂട്ടുക. ദെയർഫോർ 64 74 6 80 വയസ്സെന്ന് വന്നു. ദെയർഫോർ കിഷോർ പ്ലസ് വൈഫ് പ്ലസ് ചൈൽഡ് 132 ആണ്. വൈഫ് പ്ലസ് ചൈൽഡ് 80 ആണെങ്കിൽ കിഷോറിൻ്റെ വൈഫ് എത്രയായിരിക്കും, കിഷോറിൻ്റെ വയസ്സ് എത്രയായിരിക്കും, 52. ഓക്കെ, അടുത്ത ദ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തെയാണ്. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ആർട്ടിക്കിൾ ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഓൺ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഈ സെയിം ആസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് അനദർ ആർട്ടിക്കിൾ ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 25% on its cost price. If the sum of the cost price of both the articles is 640, then find the selling price ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കൗണ്ട് 15% കൊടുത്തു കഴിഞ്ഞാൽ എയുടെ 85% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ സെല്ലിംഗ് പ്രൈസ് ആയില്ലേ? അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ ആർട്ടിക്കിൾ അതിന് 25% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയി. ഇത് രണ്ടുമാണ് ഈക്വൽ ആണെന്ന് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, A/B ഈസ് ഈക്വൽ ടു 15/17 എന്ന ഓപ്ഷൻ വരും. 15/17. അപ്പം ഇതിനകത്ത് സം ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് രണ്ടും പറഞ്ഞിട്ടുണ്ട്, 640. അപ്പം 15 + 17 32 യൂണിറ്റ്സ് ആണ് 640. അപ്പം 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 rupees. ദെയർഫോർ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ആർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ 15 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, എയുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി 300 rupees. പക്ഷേ ഇത് കോസ്റ്റ് പ്രൈസ് മാത്രമേ കിട്ടിയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഒന്നുകിൽ 85% ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 15% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം 3/20. ദെയർഫോർ 17/20 ചെയ്യുക. 17/20 ചെയ്ത് കഴിഞ്ഞാൽ 17 × 15 എന്ന് വരും. ദെയർഫോർ 255 എന്ന ആൻസർ വരും. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. 5 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അടുത്ത നോക്കിയോ, ഇൻ ഹൗ മച്ച് ടൈം will be the simple interest on a certain sum of money be 6/5 times the sum at 20% per annum. അപ്പം സം ഓഫ് മണി സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പിൾ 5 യൂണിറ്റ്സ് ആണെങ്കിൽ, സം ഓഫ് മണി 5 യൂണിറ്റ്സ് ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 6 ആകുമെന്നല്ലേ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹൗ മച്ച് ടൈം വിൽ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി ബി 6/times ഓഫ് ദ സം. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ. അപ്പം പ്രിൻസിപ്പിൾ 5 ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 6 യൂണിറ്റ്സ്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല,
ആ ഫോമിലേക്കകത്തോട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴേ ആൻസർ. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 6 ഈക്വൽ ടു പ്രിൻസിപ്പൽ എത്രയാണ് 5 ഇൻറ്റു ടി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 20% എന്ന് പറയുമ്പോൾ 1/5. ഓക്കെ, 5 കട്ടായി. ടി ഈക്വൽ ടു എത്ര വന്നു? 6. ടി ഈക്വൽ ടു 6. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത നോക്കിയാൽ 93. ഇതും പെർസെൻറ്റേജിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ഇഫ് ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ് ഡിക്രീസ്ഡ് ബൈ 20% ആൻഡ് ഹൈറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ടു ഫോം എ ന്യൂ സിലിണ്ടർ ദ വോളിയം വിൽ ബി ഡിക്രീസ്ഡ് ബൈ. അപ്പോൾ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് പല മെത്തേഡിൽ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സക്സസീവായിട്ട് ചെയ്യാം, റേഷ്യോ മെത്തേഡിൽ ചെയ്യാം, ഒരുപാട് രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് റേഷ്യോ മെത്തേഡിൽ തന്നെ ചെയ്യാം. റേഷ്യോ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? വോളിയം ഓഫ് ദ സിലിണ്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ ആർ 2 ടൈംസ് വരും, എച്ച് 1 ടൈമിൽ വരുള്ളൂ അല്ലേ. അപ്പോൾ 20% ഡിക്രീസ് എന്ന് പറയുമ്പോൾ 1/5 ആണ്. അപ്പോൾ 5 ആയിരുന്നെങ്കിൽ 4 യൂണിറ്റ്സ് ആയി. എഗെയിൻ ഒരു 5 ആയിരുന്നെങ്കിൽ 4 യൂണിറ്റ്സ് ആയി. കാരണം ആർ സ്ക്വയർ ആണ്, 2 വട്ടം ചെയ്യണം അല്ലേ. അടുത്ത ഇൻക്രീസ്ഡ് ബൈ 20% ആണ് ഹൈറ്റ്, 1/5 കൂടി. അപ്പോൾ എത്തായി? 5:6 ആയി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 125 എത്ര വരും? 4 × 4 16, 16 × 6 എന്ന് പറയുമ്പം 24, 48, 96 എന്ന് വരും. ഓക്കെ, 96 എന്ന് വരും. ഇനി ഇവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ ചെയ്യാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് 125 × 8 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് 8 ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1000 ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ജസ്റ്റ് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6 8 48, 4 9 8 72 76, 76.8 എന്ന് വരും. അതായത് 1000:768. അങ്ങനെയാണെങ്കിൽ 100% ആകുമ്പോൾ എത്രയായി? 76.8%. therefore എത്ര കുറഞ്ഞു? 23.2% കുറഞ്ഞു. ഓക്കെ, 23.2% കുറഞ്ഞു. അടുത്ത, ദ ട്രെയിൻ ടിക്കറ്റ് ഫെയർ ഫ്രം പ്ലേസ് എ ടു ബി ഇൻ സെക്കൻഡ് ക്ലാസ് എ സി ആൻഡ് തേർഡ് ക്ലാസ് എ സി ഈസ് 2500 ആൻഡ് 2000. ഓക്കെ, ഇഫ് ദ ഫെയർസ് ഓഫ് ദ സെക്കൻഡ് ക്ലാസ് എ സി ആൻഡ് തേർഡ് ക്ലാസ് എ സി ആർ ഇൻക്രീസ്ഡ് ബൈ 20% ആൻഡ് 10% റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ന്യൂ ഫെയർസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2500ഉം 2000 ഒന്നും എടുത്ത് ചെയ്യണ്ട. നമ്മൾ അതിൻ്റെ റേഷ്യോ മാത്രം എടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 5:4 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. 5 യൂണിറ്റ്സ് എത്ര കൂട്ടി? 20% കൂട്ടി. 20% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 യൂണിറ്റ് ആയിരിക്കും. 5 എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ദെൻ 4 യൂണിറ്റ്സ് എത്രയായിട്ട് മാറി? 10%. 4ൻ്റെ 10% എന്ന് പറയുമ്പോൾ 0.4, 4.4 ആയിട്ട് മാറി അല്ലേ. therefore 60:44 എന്ന് വരും. 4ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15:11 എന്ന ഓപ്ഷൻ വരും. 15:11 എന്ന ഓപ്ഷൻ വരും. ഓക്കെ, അടുത്ത, ബേസ് ഓഫ് എ റൈറ്റ് പ്രിസം ഈസ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രിസം തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ, ഹൈറ്റ് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ പ്രിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലേ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? ഒരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും അതിൻ്റെ ഫിഗർ കാണുന്നത് അല്ലേ. ഈ 4 സൈഡിലും ഓരോ റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ആ 4 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് 15 യൂണിറ്റ്സ് ആയിരിക്കും. ഹൈറ്റ് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരും? 15 × 8. ഓക്കെ അല്ലേ. അതുപോലെ 1 2 3 4 സൈഡ്സ് ഉണ്ട്. ഓക്കെ അല്ലേ. പ്ലസ്, അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ കവറായി. ഇനിയിപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ബേസ് ഏരിയ ആണ് വേണ്ടത്. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 15 യൂണിറ്റ്സ് ആണ് ബേസ്, ഇപ്പുറത്തും 15 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ബേസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ ആണ്. 15 സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 × 2 വരും അല്ലേ. therefore എത്ര വന്നു? 15 × 4 60, 60 × 8 എന്ന് പറയുമ്പം 480 പ്ലസ് 450 എന്ന് വരും. ഈക്വൽ ടു 930 എന്ന ആൻസർ വരും. 930 എന്ന ആൻസർ വരും. അടുത്ത ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇനി റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 1/cosec² 51 പ്ലസ് sin² 39
പ്ലസ് ടാൻ സ്ക്വയർ 51 മൈനസ് 1/sin² 51 × sec² 39 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1/cosec² 51 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് 1/cosec² 51 = എന്തായിരിക്കും? താഴെ 1/cosec ആണെങ്കിൽ സൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ sin² 51 ഡിഗ്രി പ്ലസ് sin² 39 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇതെന്തായി പോയി? 1 ആയിപ്പോയി. കാരണം ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ sin² എ പ്ലസ് sin² ബി ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1 ആയിപ്പോയി. പ്ലസ് എന്ത് വന്നു? tan² 51 എന്ന് വന്നു മൈനസ് 1/sin² 51 × sec² 39 എന്ന് പറയുമ്പോൾ 1/ ആണ്. അപ്പോൾ cos² 39 എന്ത് വരും? അപ്പം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് എ പ്ലസ് ബി എന്താണ്? 90 ആണ്. അങ്ങനെയാണെങ്കിൽ sin² A = cos² B ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. എഗെയിൻ 1 വന്നല്ലേ? അപ്പോൾ 1 - 1 എന്ന് പറയുമ്പം സോ ഫൈനൽ ആൻസർ എന്ത് വന്നു? tan² 51 എന്ന് വന്നു. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നത് cosec 39 ആണ് അല്ലേ? cosec 39 ആണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്. അപ്പോൾ ഇതിൻ്റെ ടേംസിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ tan² 51 നമുക്ക് എഴുതാം cot² 39 ഡിഗ്രി. കാരണം ഇഫ് എ പ്ലസ് ബി = 90 ഡിഗ്രി ആണെങ്കിൽ കുറേ റിസൾട്ട് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് sin A = cos B, cos A = sec = cosec B, tan A = cot B. ഞാനിത് നേരത്തെ പറഞ്ഞായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഇങ്ങനെ പല റിസൾട്ടുകളും ഞാൻ ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. ഈ റിസൾട്ടുകളാണ് ഇപ്പോൾ ഇടയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങളപ്പോൾ ആ റിസൾട്ടുകൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. അപ്പം cot² 39 എന്ന് വന്നു. cot² 39 cosec² 39 നമുക്കറിയാം എക്സ്. അപ്പോൾ അത് വെച്ചൊരു റിസൾട്ട് ഉണ്ട്. എന്താണ്? cosec² 39 മൈനസ് cot² 39 ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണല്ലേ? അപ്പോൾ ഇതിനകത്തുനിന്ന് cot² 39 ചോദിച്ചു കഴിഞ്ഞാൽ cosec² 39 മൈനസ് 1 എന്ന് വരും. അത് cosec 39 നമുക്ക് തന്നിട്ടുണ്ട് എക്സ്. therefore x² മൈനസ് 1 എന്ന ആൻസർ വരും. ഓക്കെ, therefore x² മൈനസ് 1 എന്ന ആൻസർ വരും. അടുത്ത container contains 20 liter mixture in which there is 10% sulfuric acid. Find the quantity of sulfuric acid to be added in it to make the solution to contain 25% sulfuric acid. അപ്പോൾ ഇത് സിമ്പിൾ അലിഗേഷൻ ക്വസ്റ്റ്യൻ ആണ്. അലിഗേഷൻ ചെയ്താൽ മതി. കാരണം വലിയ സംഭവങ്ങളൊന്നുമില്ല. 10% സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ക്വാണ്ടിറ്റി 100% ആയിരിക്കും. ഇനി ഇതിനകത്ത് സൊല്യൂഷൻ നമുക്ക് ഏതിലോട്ടാണ് മാറ്റേണ്ടത്? 25%. therefore അലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 25 15 എന്ന് വരും. ഇവിടെ 75 എന്ന് വരും. therefore 5:1 റേഷ്യോ എന്ന് വരും. 5:1 റേഷ്യോ ആണെങ്കിൽ കണ്ടെയ്നർ 10 ലിറ്റർ എന്ന് പറയുമ്പോൾ 5 ആയിരുന്നു എത്ര? 20 ലിറ്റർ. 5 യൂണിറ്റ്സ് ആയിരുന്നു 20 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ക്വാണ്ടിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 20/5 4 ലിറ്റർ എന്ന ആൻസർ വരും. 4 ലിറ്റർ എന്ന ആൻസർ വരും. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നമ്പർ സിസ്റ്റത്തിനകത്ത് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള ഷീറ്റുകളിലെല്ലാം ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഷീറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ 1/3 × 5 പ്ലസ് 1/5 × 7 ഇങ്ങനെ പോകുന്ന സീരീസാണ്. ലാസ്റ്റിൽ എന്താ വരുന്നത്? 1/11 × 13. അപ്പോൾ ഈ സീരീസ് വരുമ്പോൾ നമ്മളെങ്ങനെ ചെയ്തിരുന്നത്? 1/ ഡിഫറൻസ് എത്രയാണ്? 2 × 1/3 മൈനസ് 1/13. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/2 × 10/39 എന്ന് വരും. 2 10 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/39 എന്ന ആൻസർ വരും. ഇതിൻ്റെ സംഭവം ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രിഗണോമെട്രിയിൽ നിന്ന് ആൽഫ പ്ലസ് ബീറ്റ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൽഫ = 2 ബീറ്റ തന്നിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ആൽഫയ്ക്ക് വാല്യൂ 2 ബീറ്റ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ബീറ്റ പ്ലസ് ബീറ്റ = 90 ഡിഗ്രി എന്ന് വരും. 3 ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ബീറ്റ = എത്ര വരും? 30 ഡിഗ്രി. ബീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ ആൽഫ 60 ഡിഗ്രി ആണ്. ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ 3 × cos 60 എന്ന് പറയുമ്പോൾ എത്ര വരും? cos 16 sin 30 1/2
സൈൻ 30യുടെ അതേ വാല്യൂ തന്നെയാണ് കോസ് 60. അപ്പോൾ കോസ് 60 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 1/4 മൈനസ് 2 ഇൻറ്റു സൈൻ ബീറ്റ. സൈൻ 30 എന്ന് പറയുമ്പം 1/4 അല്ലെ, 3 മൈനസ് 2/4 1/4 എന്ന് വരും. ഓക്കെ, 3 മൈനസ് 2/4 1/4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും SSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് പേര് പറയുന്നതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ പറയും ഈ ക്വസ്റ്റ്യൻ. 5% ഗെയിൻ ചെയ്യുന്നു, 5% ലോസ് ഉണ്ടാവുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസസിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആകുന്നു. ഈ കേസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെയിം ലോസ് പെർസെൻറ്റേജ്, സെയിം പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, സെയിം ലോസ് പെർസെൻറ്റേജ്, സെയിം പ്രോഫിറ്റ് പെർസെൻറ്റേജ്. എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് സെയിം ആണെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജ് എപ്പോഴും ലോസ് ആയിരിക്കും. അതെത്രയാണ് ലോസ് എന്ന് പറയുവാണെങ്കിൽ, ജനറലായിട്ട് പറയുവാണെങ്കിൽ X% ഗെയിനും X% ലോസും ആണെങ്കിൽ ടോട്ടൽ X² ലോസ് ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെച്ചേക്കുക, X²/100% ലോസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? 25. X² എന്ന് പറയുമ്പോൾ 25/100% ലോസ് ആയിരിക്കും. കേട്ടോ, പെർസെൻറ്റേജ് മറന്നു പോകരുത്. അപ്പോൾ കട്ട് ചെയ്യുമ്പം 1/4% എന്ന് വരും. പെർസെൻറ്റേജിനെ എഗെയിൻ നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ ഡിവൈഡഡ് ബൈ 100 ആണ്. ദെയർഫോർ ഫ്രാക്ഷനിൽ 1/400 ആണ് ലോസ്. ഓക്കെ, 1/400 ആണ് ലോസ്. അപ്പോൾ 1/400 ലോസ് എന്ന് പറയുമ്പോൾ CP 400 ആണെന്ന് മനസ്സിലായല്ലോ. 1 ലോസ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ്സ് ആയിരിക്കും? 399. ഓക്കെ, അപ്പോൾ ഈ 399 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എത്ര? 9975. 9975 മാത്രമേ ഉള്ളൂ? അല്ല, ഇൻറ്റു 2 ചെയ്യണം. കാരണം ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ് 399. അപ്പം 9975 ആണ് ഒരെണ്ണത്തിനെങ്കിൽ രണ്ടെണ്ണത്തിന് എത്ര വരും? 9975 ഇൻറ്റു 2. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? കട്ട് ചെയ്യുമ്പം 2 7 8 25 എന്ന് വരും അല്ലേ? 25 എന്ന് വരും. അപ്പം 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 50 റുപ്പീസ് എന്ന് വരും. 1 യൂണിറ്റ് 50 റുപ്പീസ് ആണെങ്കിൽ ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോസ് എത്രയാണ്? 1 യൂണിറ്റ് തന്നെയാണ്. ദെയർഫോർ 50 റുപ്പീസ്. ഇൻ കേസ് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ മെത്തേഡാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ CGL 19ൻ്റെ 18ാം തീയതിയിലത്തെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻസോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ഷിഫ്റ്റിലെ ആയിരിക്കും. അടുത്ത 15-ലെ 16-ലെ ഉണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, CHSLൻ്റെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് മുടങ്ങാതെ കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം ഇതിനകത്തുനിന്ന് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. കൂടുതൽ പേര് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ബാക്കി നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.